ഹലോ! നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സ്നാക്കാണ്. ചിക്കനും പൊട്ടറ്റോയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്. പിന്നെ സമൂസ ഷീറ്റിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മാവ് കുഴയ്ക്കാനും പരത്താനും ഒക്കെ മടിയുള്ളവർക്കൊക്കെ പറ്റിയൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് നോക്കണേ. ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ 1 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. സവാള നല്ലപോലെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പെരുംജീരകപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി കൂടുതലോ കുറവോ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് വേറെ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു കുരുമുളക് പൊടി മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു എരിവ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടി കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആവശ്യത്തിന് സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനത് കുരുമുളക് പൊടി ഉപ്പും മാത്രം ഇട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. അതും കൂടെ നമുക്കൊന്നിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണേ. ഉടച്ച് ചേർത്ത് കൊടുക്കാവേ. ഞാനിതിലേക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഉടയ്ക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണേ. കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരുവിധമൊക്കെ പൊട്ടറ്റോ നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. കട്ടയുണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരുവിധമൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് വേവിച്ചതാണ്. മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. അപ്പോൾ മസാലയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മഞ്ഞൾപ്പൊടിയൊക്കെ കുരുമുളക് പൊടിയൊക്കെ ഈ ചിക്കനിലോട്ട് ഒന്ന് പിടിക്കണം, നല്ലപോലെ പിടിക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവേ. ഇപ്പോൾ ഈ പൊട്ടറ്റോ ഉടയാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഒന്ന് ഉടച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നല്ലപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കി അതൊന്ന് മൊരിഞ്ഞും കൂടെ കിട്ടണം. ഒത്തിരിയല്ല, ഒരു 2 മിനിറ്റോളം ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കണേ. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാവേ. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയാണേ. അതും കൂടി ഞാൻ ചേർത്ത് നല്ലപോലെ ഇതെല്ലാം നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കണേ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇതാണ്. ഇനി നമുക്ക് സമൂസ ഷീറ്റ് വേണേ. സമൂസ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഇതുപോലെ ഒരു സമൂസ ലീഫിൽ നിന്ന് ഒരു 3 പീസോളം നമുക്ക് സ്ക്വയർ ടൈപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 പീസാണ് ഞാൻ കാണിച്ചത്. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഒന്ന് വെച്ച് കൊടുക്കാം. ചെറിയ ബോളാക്കി വെച്ചാൽ മതി, കുറച്ച് മാത്രം മതി, അല്ലെങ്കിൽ മടക്കാൻ ഇച്ചിരി പാടായിരിക്കും ഒത്തിരി വെച്ച് കൊടുത്താൽ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ 4 സൈഡിലും കുറച്ച് മൈദയുടെ ഒരു പേസ്റ്റ്, മൈദ വെള്ളം മാത്രം മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കലക്കിയെടുത്തതാണേ. ആ മിക്സ് ഒന്ന് 4 സൈഡിലും ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ കോൺ ഷേപ്പിലൊന്ന് മടക്കിയെടുക്കാവേ. ഇതുപോലെ ഒന്ന് കോൺ ഷേപ്പിൽ നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണേ. ഒട്ടാത്ത ഭാഗങ്ങളെല്ലാം നമ്മൾ മൈദയുടെ പേസ്റ്റ് ചെയ്യിച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടുവേ. ഇനി നമുക്കൊന്ന് ഒരു ടൈപ്പിലും കൂടെ ഒന്ന് മടക്കാനുണ്ടേ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ 2 അറ്റവും കൂടെ നമുക്ക് സെൻറ്ററിലോട്ടൊന്നാക്കി ഒന്ന് മടക്കി കൊടുക്കാവേ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ 2 സൈഡും കൂടെ അവിടെയും കൂടെ കുറച്ച് മൈദയുടെ പേസ്റ്റ് ഒന്നാക്കി കൊടുക്കാം. സെൻറ്ററിലൊന്ന് കുറച്ച് മൈദയുടെ പേസ്റ്റ് ആക്കി കൊടുക്കാവേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇങ്ങനെയാണ് റെഡിയാക്കുന്നത്. ഇപ്പം ഞാനിവിടെ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്.
നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതൊന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമ്മൾ സമൂസ ഷീറ്റ് ആയതുകൊണ്ട് ഒത്തിരി സമയമൊന്നും വേണ്ട മൊരിയാൻ. പെട്ടെന്ന് നല്ല ഫ്രൈ ആയിട്ട് കിട്ടുവേ. നല്ലൊരു ക്രിസ്പി ആയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ക്രിസ്പി ആയിട്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണേ. അപ്പോൾ ഞാൻ അടുത്ത സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായിരുന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു സൈഡ് റെഡിയായി. ഇനിയിപ്പോൾ ഇതെല്ലാം മറിച്ചിടുവാണേ. ഇപ്പോൾ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇതാണ്. ഞാനിപ്പോൾ ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരി എടുക്കുവാണേ. ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇതാണ്. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.